എല്ലാവർക്കും ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ട്. ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമുക്കൊരു മിക്സി മാത്രം മതി കേട്ടോ, നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബേക്ക് ആൻഡ് ടേക്കിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനവിടെ അരക്കപ്പ് പഞ്ചസാര ഞാനവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇരുമ്പ് ചീഞ്ചട്ടിയിലോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലായാലും കുഴപ്പമില്ല, സ്റ്റീലിൽ ഉപയോഗിക്കാം. പക്ഷേ തീ കുറച്ച് വെച്ച് വേണം നമ്മളത് കാരമൽ ചെയ്യാൻ. പിന്നെ നമ്മൾ ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിലാണെങ്കിൽ പേടിക്കേണ്ട കേട്ടോ. അതിനുശേഷം ഞാൻ 2 സ്പൂൺ അളവിൽ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തീ കൂട്ടി വെച്ച് വേണം നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മളിത് ഇതുപോലെ ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ നല്ലതുപോലെ തീ കുറച്ച് കൊടുക്കണം. കാരണം പിന്നെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ആ ഒരു കരിഞ്ഞ ഇത് സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ അതാ ഇവിടെ ഇനി തീ കുറച്ച് വെച്ചാണ് നമ്മളിത് കാരമൽ ചെയ്തെടുക്കുന്നത്. ആദ്യം തീ കൂട്ടി വെക്കണം, പിന്നെ ആ കളർ മാറി വരുമ്പോൾ തീ കുറച്ച് കൊടുക്കണം. ഇതാ കളറൊക്കെ മാറി നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇത് വെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ കാരണം ഇത് നല്ല തിളച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഇത് വെള്ളം ചേർത്ത് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം അത് തിളച്ച് കയ്യിലൊക്കെ തെറിക്കും. അതുകൊണ്ട് നീങ്ങി നിന്നിട്ട് വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. പെട്ടെന്ന് ഒത്ത് ചേർക്കാതെ ഇതുപോലെ കുറച്ച് വീതം ചേർത്ത് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈന്തപ്പഴവും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇവിടെ 1 കപ്പ് അളവിൽ ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ കേക്കിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനവിടെ 1/2 കപ്പ് അളവിൽ ഞാനവിടെ ഉണക്ക മുന്തിരി, ഞാനിപ്പോൾ കറുത്ത മുന്തിരിയല്ല എടുത്തിരിക്കുന്നത്, ഈ ഒരു കളറിലുള്ള മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് വെന്ത് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടണം കേട്ടോ. ഇതെല്ലാം നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വറ്റി കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിനെ തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പിന്നെ തണുക്കുമ്പോൾ നല്ലതുപോലെ സെറ്റായി കിട്ടും കേട്ടോ. നല്ലതുപോലെ വറ്റി കിട്ടും. അല്ലെങ്കിൽ കൂടുതൽ നമ്മളിട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ അത് കട്ട കിട്ടും. ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കുകയാണ്. ഞാനിവിടെ പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 2-3 കറുകപ്പട്ടയും പിന്നെ 4-5 ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല മാവ് പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പഞ്ചസാര ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്ത് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്, നമ്മൾ അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറ്. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനവിടെ നമ്മൾ മുട്ട എടുക്കുമ്പോൾ തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയൊന്നും എടുക്കരുത്. അപ്പോൾ ഞാനവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പഞ്ചസാര എല്ലാം ഇതിലേക്ക് ചേർത്തു. ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. മധുരം കൂടുതലുമല്ല കുറവുമല്ല, അളവ് കറക്റ്റാണ്. ഞാൻ ഇവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് സ്പീഡിൽ തന്നെ അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് സ്പീഡ് കുറച്ചൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനവിടെ അടിച്ചെടുത്ത ആ ഒരു മിക്സ് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മളിതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് 1 കപ്പ് മൈദാ മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും കുറച്ച് അതുപോലെ 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് അരിച്ച് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആ ഒരു വിസ്ക് ഉപയോഗിച്ച്, നിങ്ങൾക്ക് വിസ്ക് ഇല്ലെങ്കിലും പേടിക്കേണ്ട, ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
അപ്പം ഞാൻ ദാ ഇവിടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ നട്ട്സിൻ്റെ ഒക്കെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കളറാണ്. നമ്മൾ ആ കാരമൽ ചെയ്യുന്നതാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ കാരമൽ സ്വാക്സ് ഇതുപോലെ കളറോടെ ചെയ്ത് കിട്ടിയാൽ നമുക്ക് ആ ഒരു പ്ലം കേക്ക് നല്ല ഭംഗിയായിരിക്കും, കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ആ ഒരു കേക്ക് ടിന്നിലേക്ക്, അപ്പോൾ ഞാൻ ഇവിടെ 1 കിലോയുടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പം 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ആ മാവൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് ടിന്ന് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് കേക്ക് ടിന്ന് നമ്മൾ ഒരുക്കിയെടുക്കുന്നത്, അതൊന്ന് കണ്ടാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മളിതാ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ചേർക്കാം. അപ്പം ഞാൻ അതവിടെ പാത്രം ചൂടാവാൻ വച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവണൊക്കെ ഫ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ പാത്രം ഒന്ന് വെച്ച് കൊടുത്ത് 10 മിനിറ്റ് ചൂടാക്കിയ ശേഷം നമ്മളിതിലേക്ക് ഇതായി ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് എടുത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല മീഡിയം ഫ്ലെയിമിലാണ് ആദ്യം നമ്മളിത് വേവിക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം കേട്ടോ. തീ നല്ലതുപോലെ കുറച്ച് വെച്ച് വേണം വേവിക്കാൻ. ഒരു 3/4 മണിക്കൂർ ആകുമ്പോൾ, ഒരു 45 മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കണം. വെന്തില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ക്ഷമ വേണം. തീ കുറച്ച് വെച്ച് തന്നെ കേക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ 50 മിനിറ്റൊക്കെ ആയപ്പം കേക്ക് ഇവിടെ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് വീഡിയോയിൽ വിട്ടുപോയതാണ്, അതും കൂടെ ഇട്ടാണ് വേവിക്കാൻ വെച്ചത്. അപ്പോൾ അതാ നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ, ഒരു ടൂപ്പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നല്ലതുപോലെ വെന്തെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കേക്ക് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ, ആ ഒരു കമ്പിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് 5 മിനിറ്റും കൂടി വച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ചൂടോടെ തന്നെ പെട്ടെന്ന് പതുക്കെ ഒന്ന് ഇളക്കി മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ ചൂടും കൂടെ ഇരുന്ന് നമുക്ക് ആ കേക്ക് പിന്നെയും അത് ഡ്രൈ ആയി പോവും. അപ്പോൾ നമ്മളത് പതുക്കെ ഒന്ന് ഇളക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു കത്തിയോ അല്ലെങ്കിൽ നമ്മൾ കേക്കിനൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന ഈ ഒരു നൈഫോ വെച്ച് നമ്മളിതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അതിനുശേഷം തണുക്കാൻ വേണ്ടി നല്ലതുപോലെ തണുത്തിയ ശേഷം നിങ്ങൾ കേക്ക് കഴിക്കുക കേട്ടോ. കാരണം ഒരു ദിവസം 2 ദിവസമൊക്കെ വെച്ചിട്ട് കേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പ്ലം കേക്കിന്. അപ്പോൾ പ്ലം കേക്ക് ചെയ്യാൻ അറിയാത്തവർ ഈ ഒരു വീഡിയോ കണ്ട് പ്ലം കേക്ക് ചെയ്തോളൂ. നിങ്ങൾക്കിത് സെയിലും ചെയ്യാം കേട്ടോ. നല്ല രീതിക്കുള്ള കേക്കാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞാൻ ഇവിടെ പ്ലം കേക്കൊക്കെ സെയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ 500 രൂപ 550-നൊക്കെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതേപോലെയൊക്കെ കൊടുക്കുക. ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ചാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ നാട്ടിൻപുറമൊക്കെ ആയതുകൊണ്ട് അധികം അങ്ങനെ കേക്കൊക്കെ കൂടുതൽ വാങ്ങിക്കുന്നവരല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ക്രിസ്മസ് പ്ലം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു വീഡിയോ കണ്ട് പ്ലം കേക്ക് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കും. പിന്നെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് സാവകാശം വേവിച്ചെടുക്കണം കേട്ടോ. എങ്കിൽ നല്ല പഞ്ഞി പോലത്തെ കേക്ക് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല ചൂടാണ് എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുക. പക്ഷേ നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ബേക്ക് ആൻഡ് ടേക്കിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മിക്സിയിൽ തന്നെ എല്ലാ കേക്കും ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിലാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ.